ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ 2 ദിവസങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതായത് തലേ ദിവസം വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ. കാരണം നമ്മൾ സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളിൽ തലേന്ന് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു വെക്കാറില്ലേ, അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ഞാനൊരു പനീർ ബട്ടർ മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുക. പാനിലോട്ട് അല്പം നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരല്പം ചെറിയ ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 6-7 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. കൂടെ 2 തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ശേഷം ഇതിലോട്ട് ഞാൻ ഒരു പിടി കാഷ്നട്ടും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ നെയ്യിൽ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതുവരെ നമുക്ക് മൂടി വെച്ച് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം കൂടെ നല്ല പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ ഇത് വേവിച്ചെടുക്കുക. ശേഷം ചൂടാറിയതിന് ശേഷം ഈ ഒരു മസാല നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. വീണ്ടും ആ പാൻ എണ്ണ ഗ്യാസിൽ വെച്ച് അതിലോട്ട് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നെയ്യിൽ ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും, പൊടികൾ കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് പനീറും കൂടെ ചേർത്തിട്ട് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ആ മസാലയിൽ പനീർ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഞാൻ ബട്ടറിന് പകരം ഇവിടെ മിൽമ നെയ്യാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുമ്പോൾ ബട്ടറല്ല എടുക്കുക, നെയ്യിൽ ഉണ്ടാക്കിയാലും അടിപൊളിയാണ്. രാവിലെ നേരത്തെ ചോറ് വേണ്ടതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം അരി തിളപ്പിച്ച് റൈസ് പോട്ടിൽ ഇറക്കി വെക്കാറാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ മറ്റേ അടുപ്പിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ പനീറും മസാലയിൽ കടന്നിട്ട് ഒന്ന് കുക്കായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ പനീർ ബട്ടർ മസാല ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഡെക്കറേഷൻസും കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. അതിനിടയ്ക്ക് ഇതാ അനുക്കുട്ടി എന്തൊക്കെ പരാതിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നൈഷുക്കുട്ടി അതിനിടയ്ക്ക് ഒറിഗാനോ ഇട്ട ബോട്ടിലെടുത്തിട്ട് അതിലെന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പം ഇതാ ഈ ഒരു പനീർ ബട്ടർ മസാലയിലോട്ട് ഒരല്പം ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ കേട്ടോ. അതില്ലാണ്ട് നമുക്ക് പനീർ ബട്ടർ മസാല നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. അതിനിടയ്ക്ക് നൈഷുക്കുട്ടിൻ്റെ കണ്ണിൽ എൻ്റെ കൈ അറിയാണ്ടൊന്ന് കൊണ്ടു. ഇനിയിപ്പോൾ ഈ പരാതി തീരണമെങ്കിൽ കുറേ സമയം എടുക്കും. ഇനിയിപ്പോൾ ഈ ഒരു കോളിഫ്ലവറും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നാളെ കുട്ടികൾക്ക് ചോറിൻ്റെ കൂടെ കോളിഫ്ലവർ ഫ്രൈ ആക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും തലേ ദിവസം രാത്രിയിൽ തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി കഴിഞ്ഞാൽ രാവിലെ അത്രയും ജോലിഭാരം കുറവല്ലേ. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ, അതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. ചോറിനുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 2 നാഴി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ജയ അരിയാണ് എടുക്കാറ്. ഞങ്ങൾക്ക് ഉച്ചക്കിലേക്കും രാത്രിക്കിലേക്കും ഈ ചോറ് മതിയാവും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം റൈസ് പോട്ടിലേക്ക് ഇറക്കി വെക്കാറാണ് കേട്ടോ. ഇന്നിപ്പോൾ വിരുന്നിന് എൻ്റെ ഉപ്പയുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പാക്ക് രാത്രിക്കലേക്ക് കുറച്ച് ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ തലേന്ന് പരത്തി വെച്ച ചപ്പാത്തിയാണ് കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതേനു. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ചപ്പാത്തിയും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. പിന്നെ ഉപ്പ വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബിരിയാണിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാത്രിക്കലേക്ക് ബിരിയാണി ഉണ്ട്. ഞാൻ അരി ഇട്ടിട്ട് തിളച്ച് വരാൻ തുടങ്ങൂല. അങ്ങനെ തിളച്ച് തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ റൈസ് പോട്ടിലോട്ട് മാറ്റാറ്. പിന്നെ രാവിലെ അതെടുത്തിട്ട് അതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിക്കും. നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചിട്ടാണ് ഊറ്റിയെടുക്കാറ്. അങ്ങനെ ഒരുവിധം ജോലികളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അനുവിൻ്റെയും നൈഷുവിൻ്റെയും ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിയും സോനും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അനുക്കുട്ടി നൈഷും നിസ്കാരം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നേ ഉള്ളൂ കേട്ടോ. മക്കൾക്ക്
കുട്ടികൾക്ക് രാവിലെ സ്കൂളുള്ള ദിവസം തലേന്ന് രാത്രി ഒരുവിധം ജോലികളൊക്കെ തീർത്ത് കടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം ഉണ്ടല്ലോ, രാവിലെ നമുക്ക് ആശ്വാസത്തോടെ തന്നെ എണീക്കുക അല്ലേ. ഞാനിത് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല കേട്ടോ, പക്ഷേങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സമാധാനമാണ്. ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ ഒക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എപ്പോന്ന്. കാരണം ഇക്കാൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ തലേന്ന് രാത്രിയൊക്കെ ഒരുവിധം ഒരുക്കി വെച്ച് കിടക്കുന്നത്. എൻ്റെ അടുത്ത് നാട്ടിലുള്ളപ്പോൾ എപ്പോഴും പറയും രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ഞാനും ഹെൽപ്പ് ചെയ്യുക, രാവിലെ എണീറ്റ് ഹെൽപ്പാക്കാന്ന് പറയുന്ന ആൾക്ക് ഭയങ്കര മടിയാണ്. അപ്പം എന്നാൽ രാത്രിയിലാവുമ്പോൾ ഞാനും ഹെൽപ്പാക്കാന്നൊക്കെ പറയും. അപ്പം എനിക്ക് ഒടുക്കത്ത് മടിയായിരിക്കും കേട്ടോ. പിന്നെ രാവിലെ ഞാൻ തന്നെ എണീറ്റ് ഒക്കെ കൂടെ ഓടി നടന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ നേരത്തെ എണീറ്റ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതാ ഉപ്പാക്കുള്ള ചായ റെഡിയാക്കുകയാണ് കേട്ടോ. ഉപ്പ രാവിലെ നേരത്തെ തന്നെ കടയിലേക്ക് പോവും. ഇന്നലെ ഇപ്പോൾ ഉപ്പ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ഉമ്മ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ കടയിലേക്ക് പോവുമായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ റൈസ് പോട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചോറുണ്ടല്ലോ, അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എണീറ്റ് നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വിളിക്കണം, മദ്രസൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതാ ഉപ്പ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പാൻ്റെ ഓട്ടോൻ്റെ ബാക്കിൽ ഫുള്ള് വിറക് അടുക്കിക്കാണ് കേട്ടോ. ഉപ്പ പോയതിന് ശേഷം മക്കളൊക്കെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാൻ കിച്ചണിൽ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഇപ്പോൾ രാവിലെ നേരത്തെ ഫുഡൊക്കെ റെഡി ആവണം കേട്ടോ. കാരണം അനു നെയ്ഷൊരു 6:50 ആകുമ്പോൾ മദ്രസയ്ക്ക് പോവും. പിന്നെ 7:30 7:25 ആകുമ്പോഴേക്കും സോനു സ്കൂളിലേക്ക് പോകും കേട്ടോ. അപ്പോഴേക്കും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡി ആവണം. അങ്ങനെ ചോറ് അവിടെ ഗ്യാസിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കോളിഫ്ലവർ ഫ്രൈയിലേക്കുള്ള സവാളയ്ക്ക് ഒന്ന് കട്ടാക്കി എടുക്കണം. പിന്നെ തലേന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറിലോട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അനുക്കുട്ടി നൈഷൊക്കെ എണീച്ച് അവർ റെഡിയായി നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. തലേ ദിവസം റൈസ് പോട്ടിൽ ഇറക്കി വെച്ചിട്ടുള്ള ചോറ് പിറ്റേ ദിവസം രാത്രി വരെയും ഒരു കേടും ആവാണ്ടിരിക്കാൻ ഞാനിത് ഊറ്റിയെടുക്കുന്ന ടൈമിൽ ഇതിലോട്ട് നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ചോറൊന്ന് തിളപ്പിച്ചിട്ട് അതിന് ശേഷമാണ് കേട്ടോ ഊറ്റിയെടുക്കാറ്. രാവിലെ മദ്രസയ്ക്ക് പോകുമ്പോൾ ഒരു ഗ്ലാസ് ചായ മാത്രമാണ് കേട്ടോ മക്കൾ കുടിക്കുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയാൽ കഴിക്കൂല. പിന്നെയും നൈഷുകുട്ടിയാണ് കേട്ടോ ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ അവൾക്ക് വയറ് വേദനിക്കുമെന്ന് പേടിയോണ്ട് ആ ബിസ്ക്കറ്റും കഴിക്കാണ്ടാണ് പോയത്. അങ്ങനെ അനുക്കുട്ടിനെ നൈഷുവിനൊക്കെ മദ്രസയിൽ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഒരാൾ കണ്ടില്ലേ മൂടി പതിച്ചുറങ്ങണത്, സോനുവിനെ എണീപ്പിക്കാനാണ് കേട്ടോ ഏറ്റവും വലിയ പാട്. ഓനെ ഞാൻ നേരത്തെ വിളിക്കാൻ തുടങ്ങും, പക്ഷേങ്കിൽ ഓന് ആ ലാസ്റ്റ് ടൈമിലേക്ക് വെച്ചിട്ട് എണീക്കുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ആ കോളിഫ്ലവർ ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് ഒരു സവാളയും പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുള്ള കോളിഫ്ലവറിലോട്ട് അല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ ഉള്ളി വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലോട്ട് ഒരല്പം കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ആക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ കോളിഫ്ലവർ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കണേക്കാളും ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇങ്ങനെ ആകുമ്പോൾ എണ്ണയും കുറവായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് അതിനിടക്ക് സോനിട്ട് എൻ്റെ യൂണിഫോം അയൺ ചെയ്തെടുക്കുന്നുണ്ട്. കോളിഫ്ലവർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണം. അപ്പോൾ ഇന്ന് ഞാൻ തലേന്ന് ഇപ്പോൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിലോട്ട് രാവിലെ ഞാൻ ബട്ടർ നാൻ ഉണ്ടാക്കണം എന്നൊക്കെ കേട്ടോ വിചാരിച്ചത്. പക്ഷേ അതിനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗത്തിൽ മൈദപ്പം ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. മൈദയും വെള്ളം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് അത് ചുട്ടെടുക്കുക. കാരണം പനീർ ബട്ടർ മസാലിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മൈദപ്പം. കൂടെ ഞാൻ തലേന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പനീർ ബട്ടർ മസാലയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്.
ഇപ്രാവശ്യം മക്കളുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ഇതുപോലൊരു മോർണിംഗ് റുട്ടീൻ വീഡിയോ ഒന്നും ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും ചെയ്യണമെന്ന്. ഇപ്പോൾ പിന്നെ മുന്നത്തെ പോലെയല്ല, രാവിലെ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കണം. കാരണം സോനു 7:30 ആകുമ്പോഴത്തേന് സ്കൂളിൽ പോകണതല്ലേ. അപ്പോൾ അതുകൊണ്ട് രാവിലെ വീഡിയോ ഷൂട്ട് ചെയ്യലും കുക്കിങ്ങും ഒക്കെ കൂടെ ഒരു തിരക്കായിരിക്കും. പക്ഷേ തലേ ദിവസം നമ്മൾ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒന്നുകൂടെ ഈസി ആയിരിക്കും കേട്ടോ. അങ്ങനെ സോണിട്ട് ഇതാ രാവിലെ കുളിച്ച് റെഡിയായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഓനക്ക് സ്കൂളിലേക്ക് ചോറിൻ്റെ കൂടെ കോളിഫ്ലവർ മാത്രം ആക്കണ്ട, ഒരു മുട്ട പൊരിച്ചതും കൂടെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗത്തിൽ റെഡിയാക്കിയതായിരുന്നു കേട്ടോ. പക്ഷെ ഓനക്ക് ചോറേ വേണ്ട, പകരം അപ്പം പനീർ ബട്ടർ മസാലയും മതി എന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ ഇന്നിപ്പോൾ ലഞ്ചിനും എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ ഓന് നടന്നിട്ടാണ് കേട്ടോ പോണത്. വൈകി കഴിഞ്ഞാൽ ഞാൻ സ്കൂട്ടിയിൽ ഓനെ ടൗൺ വരെ ആക്കി കൊടുക്കാറാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി അനിക്കുട്ടിക്കും നൈഷുവിനും ലഞ്ചിൻ്റെ കൂടെ വെക്കാൻ കുറച്ച് തക്കാളി ചട്നിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തക്കാളി ചട്നി. അപ്പോൾ ഇതാ ഞാൻ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അവരുടെ ലഞ്ച് ബോക്സ് ഒന്ന് ഫില്ലാക്കണം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഷെൽഫിലാണ് കേട്ടോ അവരുടെ ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ വെക്കാറ്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലായിടത്തും ഒന്ന് അതിൽ തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ച് വെക്കാറുണ്ട് കുറച്ച് സമയം. ഇന്നിപ്പോൾ ചോറിൻ്റെ കൂടെ തക്കാളി ചട്നിയും കൂടെ വെക്കണോണ്ട് ഞാൻ ചോറിൽ എണ്ണയും ഉപ്പൊന്നും മിക്സ് ചെയ്യണില്ല കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും എണ്ണയും ഉപ്പും അതല്ലെങ്കിൽ നെയ്യും ഉപ്പൊന്ന് ചോറിൽ മിക്സ് ചെയ്ത് വെക്കാറുണ്ട്. രാവിലെ സോനുവിന് കൊടുത്തു വിടാൻ വേണ്ടി ഉണ്ടാക്കിയ മുട്ട പൊരിച്ചത് ഞാനിതാ അനുവിൻ്റെയും നൈഷുവിൻ്റെയും ലഞ്ച് ബോക്സിൽ വെക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ സ്നാക്സിന് കഴിക്കാൻ ഞാൻ നൈഷുക്കുട്ടിക്ക് ആപ്പിളും ബിസ്ക്കറ്റുമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അനുക്കുട്ടിക്ക് അങ്ങനെ ഫ്രൂട്ട്സിനോടും ഈ ടൈപ്പ് ബിസ്ക്കറ്റിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അനുവിന് ആപ്പിൾ മാത്രമാണ് വെച്ചത്. അനുവിന് ഡാർക്ക് ഫാൻറ്റസി അതേപോലെ ഓറിയോ അങ്ങനെ വളരെ ചുരുക്കം ചില ഐറ്റംസിനോടൊക്കെ താല്പര്യമുള്ളൂ. അതിനിടയ്ക്ക് ആ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ടുള്ള തക്കാളി ചട്നിയാണ് കേട്ടോ അവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതാ ഞാൻ അതും കൂടെ പാത്രത്തിലെടുത്തിട്ടുണ്ട്. അങ്ങനെ മക്കളുടെ ലഞ്ച് കിറ്റൊക്കെ ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8:20 ആയിട്ടുണ്ട് കേട്ടോ. 8:25 ആകുമ്പോഴാണ് ഞാൻ അനുവിൻ്റെ മദ്രസയ്ക്ക് വിളിക്കൽ. അപ്പോൾ ഒരു 8:30-32 ആകുമ്പോഴേക്കും ഒരു വരും. 8:32 ആകുമ്പോഴേക്കും ഒരു വീട്ടിലെത്തിയാൽ പിന്നെ ആകെ 10 മിനിറ്റാണ് കേട്ടോ അവർക്കുള്ളത്. ഇപ്പോൾ ബസ് കുറച്ചും കൂടെ നേരത്തെ വരും 8:42. ഇന്നിപ്പോൾ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എത്തിയത്. അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ അവരുടെ മുടിയും കെട്ടി കൊടുക്കുന്നത്. കാരണം ഒട്ടും ടൈമില്ല, അതുകൊണ്ട് മൊത്തത്തിലൊരു തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം പിന്നെ ഞാനിതാ മുറ്റടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. വിട്ട് വന്നാൽ ഞാൻ ഈ മുറ്റടിക്കലും അതേപോലെ സിറ്റ് ഔട്ട് ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് കയറാറ്. ചുരിദാറിൻ്റെ സൈഡിൽ 2 വള്ളി തൂങ്ങി കിടക്കണത് വൈകാതെ തന്നെ എടുത്ത് കളയണം എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്മൂത്തി റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്ലെൻഡറിലോട്ട് ആപ്പിളും പാലും കൂടെ ഒരു എനർജി ബൂസ്റ്ററും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ദർവേഷ് സൂപ്പർ ഫുഡിൻ്റെ ബനാന പൗഡറാണ്. ബനാന പൗഡറോ അത് കുട്ടികൾക്കെല്ലാം ഉപയോഗിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. 6 മാസം മുതൽ പ്രായമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ബനാന പൗഡർ. നമ്മൾ വീട്ടമ്മമാർക്കും അതുപോലെ ജിമ്മിനൊക്കെ പോണവർക്കും ഡയറ്റ് എടുക്കുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഈ ഒരു ബനാന പൗഡർ വെച്ചിട്ടൊരു സ്മൂത്തിയോ അല്ലെങ്കിൽ പാൻ കേക്കോ ഇനിയിപ്പോൾ അത് കുറുക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ബോഡിക്ക്. കാരണം നമ്മളൊരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഒരു വിശപ്പ് വരാറില്ലേ, ആ ഒരു ടൈമിൽ ഈ ബനാന പൗഡർ വെച്ചിട്ടൊരു സ്മൂത്തിയൊക്കെ ആക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും പിന്നെ ഇതിൽ പൊട്ടാസ്യം, ഫൈബർ അതേപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഗ്ലൂട്ടൻ ഫ്രീ ആണ്. നമ്മുടെ ദഹന പ്രവർത്തനം ഈസി ആക്കാനും ഒക്കെ ഈ ഒരു ബനാന പൗഡർ വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഒരു വിശപ്പ് വരാറില്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ബനാന പൗഡർ ആഡ് ചെയ്തിട്ട് ഒരു സ്മൂത്തി ഒക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ അത് വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നൊക്കെ ആയിട്ട് അവർക്കും ഇതുപോലെ നമുക്ക് ഈ ഒരു ബനാന പൗഡർ വെച്ചിട്ട് സ്മൂത്തിയോ പാൻ കേക്കോ എന്ത് വേണമെങ്കിലും റെഡിയാക്കി കൊടുക്കുക. അങ്ങനെ ഞാൻ സ്മൂത്തി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ.
കൂടെ ഒരു അലങ്കാരത്തിന് ഞാൻ കുറച്ച് കസ്കസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ദർവേഷ് സൂപ്പർ ഫുഡിൻ്റെ ഈ ഒരു ബനാന പൗഡർ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. സ്മൂത്തി ഒക്കെ റെഡിയാക്കി കുടിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് കേട്ടോ സ്മൂത്തി കുടിക്കാൻ ഒരാളും കൂടി എത്തിയത്. ഇതിൻ്റെ ഇളയച്ചനാണ്. ഓന് വണ്ടി എഴുകാൻ വേണ്ടി വന്നതേനു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതാ ഒരു ഗ്ലാസ് ഓനക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അഗാറിൻ്റെ ഈ ഒരു പ്രഷർ പമ്പ് ഉണ്ടല്ലോ, അത് നല്ലോണം മുതലായിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ എല്ലാ വണ്ടിയും ഇത് വെച്ചിട്ടാണ് കഴുകുക. പോരാത്തതിന് തറവാട്ടിൽ നിന്ന് ഇളയച്ചന്മാരും ഒക്കെ വണ്ടി കഴുകാൻ ഇവിടെ വരാറുണ്ട് കേട്ടോ. കാരണം അത്രക്ക് എളുപ്പമാണ് അത് വെച്ചിട്ട് വണ്ടി കഴുകാൻ. ഇന്നിപ്പോൾ സ്മൂത്തി ഒക്കെ കുടിച്ച് ഓനോട് കഥയും പറഞ്ഞിരുന്നിട്ട് നേരെ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാ ഇനിയിപ്പോൾ ഈ ഒരു സീറ്റ് ഔട്ട് ക്ലീനിങ് കൂടെ കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പണികൾ തീർക്കാനും. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ക്ലീനിങ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഈ റൂമിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അലമ്പാക്കിയിട്ടുള്ളത്. ഓരോ നിസ്കാരപ്പായും പിന്നെ യൂണിഫോം ചേഞ്ച് ആക്കിയിട്ടുള്ള ഡ്രസ്സും പിന്നെ ബുക്സും ഒക്കെ ഈ റൂമിലാണ് കേട്ടോ. ഞാൻ ഹാളിലൊന്നും പരത്തരുത്, പകരം എന്ത് വേണമെങ്കിലും ഈ റൂമിൽ ആക്കിക്കോന്നാണ് പറയൽ. കാരണം ഒരു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ റൂം മാത്രം നോക്കിയാൽ മതിയല്ലോ പിന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ഇട്ടതിന് ശേഷം പിന്നെ ഇതാ ഞാൻ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഞാനിതാ തുടക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. നമ്മൾ നേരം തുടക്കുന്ന ടൈമിൽ ചുമരിൻ്റെ സൈഡിൽ വരുന്ന ഈ ഒരു കട്ടിങ് ഉണ്ടല്ലോ, അവിടെ എപ്പോഴും പൊടി പിടിച്ച് കിടക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ മോപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് കിടക്കും കേട്ടോ. ഇതുപോലെ ഡെയിലി റൂട്ടീൻസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വ്ളോഗൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ട് തോന്നുന്നു അല്ലേ. നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നോ എൻ്റെ ഈ ടൈപ്പ് വ്ളോഗ്സൊക്കെ? ഇതുപോലത്തെ വ്ളോഗ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിനിപ്പോൾ കുറച്ച് പുതപ്പും വിരിപ്പൊക്കെ ഒന്ന് മെഷീനിൽ ഇടാനുണ്ട്. കുറച്ച് തുണികൾ വിരിച്ചിടാനും ഉണ്ട്. അപ്പോൾ ഇതാ ഓപ്പൺ ടെറസിലാണ് കേട്ടുള്ളത്. ഇത് കഴിഞ്ഞ തവണ ഇക്ക വന്നപ്പോൾ കൊണ്ടുവന്ന പൂളായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ കുറച്ച് തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് താഴേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ മെഷീനിലുള്ള തുണികളൊക്കെ ഒന്ന് വിരിച്ചിടുകയും വേണം. പിന്നെ ബാക്കി ഈ പുതപ്പും വിരിപ്പൊക്കെ ഒന്ന് മെഷീനിലിടാനും ഉണ്ട്. അലക്കലും വിരിച്ചിടലും തുണികൾ മടക്കി വെക്കലും കുളിയും ഒക്കെ മുകളിൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ താഴെ അങ്ങനെ ഒരുപാട് തുണികൾ ഉണ്ടാവില്ല. ഞാൻ കുട്ടികളുടെ യൂണിഫോമും പിന്നെ പർദ്ദ മഫ്ത പിന്നെ നൈറ്റ് ഡ്രസ്സ് ഉണ്ടാവുമല്ലോ അത്, അങ്ങനെ അത്യാവശ്യം വേണ്ട ഡ്രസ്സുകൾ മാത്രമാണ് കേട്ടോ താഴെ വെക്കൽ. എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ മുകളിലാണ് കേട്ടോ മടക്കി വെച്ചിട്ടുള്ളത്. കാരണം ആ മുകളിൽ നിന്ന് തന്നെ മടക്കി വെക്കുകയും ചെയ്യും. അതേപോലെ മുകളിലുള്ള ബാത്റൂമിലാണ് കേട്ടോ കുളിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ കുളിയും കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയാണ് ബാക്കി കുക്കിംഗ് പരിപാടികളൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തക്കാളി ചട്നി അല്ലേ മക്കൾക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പൊരിക്കാൻ വേണ്ടി മസാലയൊക്കെ ആക്കി വെച്ചതേനു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു തക്കാളി ചട്നിക്ക് ആ മീനും കൂടെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാന്നുള്ളത്. ഇത് തലേ ദിവസത്തെ മമ്പയർ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചട്ടീൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉപ്പേരിയും മീൻ വറ്റിച്ചതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഞാൻ മാത്രമല്ലേ ഉണ്ടാവാറുള്ളൂ. അപ്പം ഞാൻ രാവിലെ മക്കൾക്ക് ഉണ്ടാക്കിയ കൂട്ടാനും കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറാണ് കേട്ടോ പതിവ്. അതിലേക്ക് എക്സ്ട്രാ എന്തെങ്കിലും വല്ല ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു മാത്രം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് ഇപ്പോൾ ദാ സമയം ഒരു 4 മണി ആയിട്ടുണ്ട്. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്കുള്ള ചായയും കടിയൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ദാ ഹോർലിക്സും ബൂസ്റ്റും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയുണ്ട് കേട്ടോ ഹോർലിക്സും ബൂസ്റ്റും വാങ്ങിക്കാറ്. ബോട്ടിൽസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് പാക്കറ്റ് പൊടിച്ചെടുത്താൽ പോരെ. ഇടയ്ക്ക് ബൂസ്റ്റും ഇടയ്ക്ക് ഹോർലിക്സും ഒക്കെ കൊടുക്കാമല്ലോ.
ബോട്ടിൽസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസം അവർക്കത് കുടിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അത് അങ്ങനെ കട്ട പിടിച്ച് ഇരിക്കും. അപ്പോൾ അതാ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേന്ത്രപ്പഴം ഇരിപ്പുണ്ട്, അതൊന്ന് നെയ്യിൽ വാട്ടിയെടുക്കുകയും അതുപോലെ മുട്ട പുഴുങ്ങുകയും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. മുട്ട പുഴുങ്ങാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് സ്റ്റീം ചെയ്തെടുക്കാനും ഞാൻ ഈ അഗാരോൻ്റെ എഗ് ബോയിലറാണ് കേട്ടോ ഉപയോഗിക്കാറ്. ഇത് വളരെ ഈസിയാണ്. മുട്ട പുഴുങ്ങുന്ന ടൈമിൽ ഇതാ അതിൻ്റെ ഒരു എൻഡിൽ ജസ്റ്റ് ഈ ഒരു നീഡിൽ വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം കേട്ടോ, എങ്കിലേ അത് കറക്റ്റ് കുക്കായി കിട്ടുള്ളൂ. പിന്നെ ഇതാ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ വേണം വെള്ളം എടുക്കാൻ. അതിൽ നിങ്ങൾക്ക് ഈ എഗ്ഗ് ഹാർഡായിട്ടാ സോഫ്റ്റ് ആയിട്ടാ എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് മെഷർമെൻറ്റിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ആ വെള്ളം വറ്റി കഴിഞ്ഞാൽ ബോയിലർ ഓഫ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് എഗ്ഗ് കുക്കായി കിട്ടും. അപ്പോൾ ദാ ഞാൻ ഈ ഒരു നെയ്യിൽ ബാക്കി പഴം വഴറ്റിയെടുക്കും കൂടെ ചെയ്യുന്നുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരക്ക് പകരമായിട്ട് ഞാൻ ഒരല്പം ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതലൊന്നുമില്ല, വളരെ കുറച്ച് മാത്രം. എന്നിട്ട് ഈ പഴം നെയ്യിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മക്കളുടെ ബസ് വൈകിട്ട് ഒരു 4:55 കേട്ടോ വരിക. അപ്പോൾ ഞാൻ അവരുടെ ബസ്സിൻ്റെ ഹോണ് കേട്ട് കഴിഞ്ഞാൽ വേഗം നിസ്കാരപ്പായിട്ടിട്ട് അവിടെ ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും കേട്ടോ. അങ്ങനെ ചെയ്യണത് എന്താ വെച്ചാൽ ഒരു കയറി വരുമ്പോൾ തന്നെ ഞാൻ നിസ്കരിക്കണത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയാണ്ട് തന്നെ ഒരു വേഗം പോയിട്ട് വുളു എടുത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും കേട്ടോ. അതേസമയം എൻ്റെ നിസ്കാരം കഴിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അവരോട് കുറേ പറയണം. പിന്നെ ചിലപ്പോൾ അവരത് അങ്ങനെ വിട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഇതാവുമ്പോൾ പിന്നെ ഞാൻ പറയാണ്ട് തന്നെ ഓരത് കാണുമ്പോൾ വേഗം വന്നിട്ട് നിസ്കരിക്കും. അങ്ങനെ തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു രണ്ടാളും വേഗം വുളുവൊക്കെ എടുത്ത് വന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആനിക്കുട്ടി നൈഷുദ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സോന് വരുമ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുക്കും കേട്ടോ. ഓന് ട്യൂഷനും കൂടെ കഴിഞ്ഞെത്തുമ്പോഴേക്കും സമയം ഒരു 6:10 ആവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്